ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 2 മിസ്റ്റേക്കുകൾ നിങ്ങൾ തീർച്ചയായും ചെയ്യുന്നുണ്ട്. ഒന്ന്, നെഗറ്റീവ് തിങ്കിങ്, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്ത പ്രോസസ്സിനെ കുറിച്ചുള്ള ഡൗട്ട്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തോടെ, കൺസിസ്റ്റന്റ് ആയി, ട്രസ്റ്റഡോടെ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന 2 കാര്യമാണ് കൺസിസ്റ്റന്റ് ആയി, ട്രസ്റ്റോട് കൂടി ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു 50,000 രൂപ അല്ലെങ്കിൽ 50,000 ദിറംസ് എനിക്ക് ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് വേണമെന്ന് നിങ്ങൾ റെഗുലറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തു, പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്യുകയാണ്, എനിക്ക് 50,000 രൂപ കിട്ടുമോ, അല്ലെങ്കിൽ അതിനുള്ള വഴി എനിക്കുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡൗട്ട് നിങ്ങൾ ഇമോഷനായിട്ട് യൂണിവേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ടായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നടക്കില്ല, ബ്ലോക്ക് ഉണ്ടാവും. രണ്ടാമത്തെ മിസ്റ്റേക്ക്, മാനിഫെസ്റ്റേഷൻ വിത്തൗട്ട് ഇമോഷൻ. നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറി ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്താണോ ആയിത്തീരേണ്ടത് അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ സ്വപ്നം, നമുക്ക് അത് ഓൾറെഡി അച്ചീവ് ചെയ്തു എന്ന രീതിയിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഒരു കാർ വാങ്ങിക്കണം. വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ കാർ, ലക്ഷറീസ് കാർ നമുക്ക് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർ വാങ്ങിക്കണം എന്നുള്ള രീതിയിലല്ല നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് പകരം എന്താണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാറാണെങ്കിൽ നമുക്കത് ഓൾറെഡി കിട്ടി, നമ്മൾ ആ കാറിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ പുറത്തു പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ആ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ ഫാമിലി ആയിട്ട് എവിടെയൊക്കെ പോകും, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യും, ആ രീതിയിൽ ഇമോഷൻസ് യൂണിവേഴ്സിലേക്ക് കൊടുത്ത് വേണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അത്ര വളരെ വേഗത്തിലും അതുപോലെ തന്നെ റിയലിസ്റ്റിക്കും ആവും. ഈ 2 തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കി പ്രോപ്പറായിട്ട് സ്ട്രോങ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റോടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും.